ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സൺറൈസ് പോയിന്റ് ഈ വീഡിയോ കാണുന്നതിൽ 99% ആൾക്കാരും കണ്ടിട്ടുണ്ടാവില്ല. അത് ഞാൻ ചലഞ്ച് ചെയ്യാണ്. അതെ ഗൈസ്, ഞാൻ ഇന്ന് സൺറൈസ് സൺസെറ്റ് ഒക്കെ കാണാൻ പറ്റിയ ഒരു പുതിയ സ്പോട്ടാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. വയനാടിന്റെ മീശപ്പുലിമല എന്നൊക്കെ പറയാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട് തന്നെയാട്ടോ ഇത്. ഞാൻ ഇന്ന് താമസിച്ചിട്ടുള്ള വയനാട് പടിഞ്ഞാറത്തറയിലെ ബ്ലാക്ക് സ്റ്റോൺ റിസോർട്ടിൽ നിന്ന് പുലർച്ചെ 5 മണിക്കാണ് പുറപ്പെട്ടത്. ആ മഞ്ഞ് മൂടി കിടക്കുന്ന ആ ഒരു സമയത്ത് സ്കൂട്ടറും കൊണ്ട് പോകാൻ തന്നെ ഒരു രസാട്ടാ. പടിഞ്ഞാറത്തറയിലെ കുറ്റാംവയലിൽ നമ്മൾ സ്കൂട്ടർ വെച്ച് അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ജീപ്പിലാണ് പോകുന്നോട്ടാ. നിങ്ങൾക്ക് സ്കൂട്ടറും കൊണ്ട് ഈസി അവിടത്തേക്ക് പോകാൻ പറ്റും. നമ്മൾ ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചു. ബൈക്ക് അങ്ങോട്ടും പോയില്ലയോ എന്ന് അറിയില്ല. അങ്ങോട്ട് ഓഫ് റോഡ് ആണെന്നാണ് പറഞ്ഞത്. അതിരാവിലെ തന്നെ KSRTC കോഴിക്കോടേക്കുള്ള റൂട്ടായിട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ മഞ്ഞിൽ ആ KSRTC ബസ് പോകുന്ന കാണാൻ തന്നെ പ്രത്യേക രസമല്ലേ. അങ്ങനെ ഞങ്ങളെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നല്ല റോഡ് തന്നെയാട്ടോ പകുതി വരെ. അതിനങ്ങോട്ടും പിന്നെ റോഡ് താറിയത് തന്നെയാണ്. പക്ഷെ റോഡൊന്ന് ചെറുതാവാൻ തുടങ്ങി. പടിഞ്ഞാറത്തറയിലെ കുറ്റാംവയലിനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ പോയി എൻഡ് ചെയ്യുന്നത് വാളാരംകുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അങ്ങനെ താർ ചെയ്ത റോഡൊക്കെ കഴിഞ്ഞു. ഇനി ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ചന്ദ്രൻ അസ്തമിച്ചിട്ടില്ല കേട്ടാ. നമ്മൾക്കൊരു ചന്ദ്രൻ അസ്തമിക്കുന്നതും സൂര്യൻ ഉദിക്കുന്നതും നമുക്ക് ഒരേ ടൈമിൽ ഈ ഒരു സ്ഥലത്ത് നിന്ന് കാണാൻ പറ്റും എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ എൻഡിങ് പോയിന്റിലേക്ക് എത്തി. അവിടെ വണ്ടി നിർത്തി ഇനി 2 മലകൾ കയറി ഇറങ്ങി വേണം നമുക്ക് ഈ ഒരു പോയിന്റിലേക്ക് എത്താൻ. ഞാൻ തുടക്കത്തിൽ ഇതിനെ മീശപ്പുലിമല എന്നാണ് വിശേഷിപ്പിച്ചത്. കാരണം നമ്മൾ മീശപ്പുലിമലയിൽ ട്രെക്ക് ചെയ്യുന്ന സമയത്ത് ഏകദേശം 9 മലകൾ കയറി ഇറങ്ങി വേണം ഇതിന്റെ എൻഡിങ് പോയിന്റിലേക്ക് എത്താൻ. അതേപോലെയുള്ള 2 മലകൾ കയറി ഇറങ്ങിയിട്ട് വേണം നമുക്ക് ഈ ഒരു പോയിന്റിലേക്ക് എത്താൻ. നിങ്ങൾ ട്രെക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു പറുദീസ് തന്നെയാണ് കേട്ടോ. അങ്ങനെ 1/2 മണിക്കൂർ നേരത്തെ ട്രക്കിങ്ങിന് ശേഷം നമ്മൾ ആ പോയിന്റിലേക്ക് എത്തിയട്ടാ. ആ സമയത്തും ചന്ദ്രൻ അസ്തമിച്ചിട്ടില്ല. സൂര്യൻ ഉദിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഏകദേശം 6 മണി ആവാറായി. നമ്മുടെ മുന്നിൽ ഈ കാണുന്ന തിരമാല പോലെ കോട മൂടി കിടക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാട്ടാ. ഇതിന്റെ മറു സൈഡിലേക്ക് നോക്കുമ്പോൾ മനോഹരമായിട്ടുള്ള മലയും ആ മലമടക്കുകൾക്കിടയിലേക്ക് ചന്ദ്രൻ അസ്തമിക്കാൻ പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഈ കാണുന്ന തിരമാല പോലെ കോട മൂടി കിടക്കുന്നിടത്തു നിന്നും സൂര്യൻ ഉദിച്ചു വരുന്ന കാഴ്ച ഞാൻ പല സ്ഥലത്തുനിന്നും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതൊരു വേറിട്ടൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. ആ കോടയും ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു പച്ച പൊതിച്ച് കിടക്കുന്ന മലനിരകളും കാണുമ്പോൾ ഇത് വയനാട് തന്നെയാണോ എന്നുള്ളത് നമ്മളൊന്ന് സംശയിച്ചു പോകും കേട്ടോ. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് 360 വ്യൂ ആണ്. സൺറൈസും സൺസെറ്റും നമുക്ക് ഇവിടുന്ന് മനോഹരമായിട്ട് ആസ്വദിക്കാൻ പറ്റും എന്നുള്ളതാണ്. നമ്മുടെ സ്നേഹത്തോടെ അമ്പിളിയമ്മാവ് എന്നൊക്കെ വിളിക്കുന്ന ഈ ഒരു സംഭവം നമ്മുടെ കൺമുന്നിൽ നിന്ന് പൂർണ്ണമായി മാഞ്ഞു പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോഴേക്ക് മറു സൈഡിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ കോട മൂടി കിടക്കുന്നിടത്തു നിന്നും ആ സൂര്യൻ പതിയെ ഉദിച്ചു വരാൻ തുടങ്ങി. സ്ഥലത്തിന്റെ പേര് പറഞ്ഞ വാളാരംകുന്നല്ലേ. നമുക്ക് ഈ ഒരു സ്ഥലം പരിചയപ്പെടുത്തുന്ന ഇദ്ദേഹമാണ് കേട്ടാ. ഇദ്ദേഹം ഈ നാട്ടുകാരനാണ്. മൂപ്പരുടെ ജീപ്പിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഈ വീഡിയോന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു ഇത് നിങ്ങൾ 99% ആൾക്കാരും കണ്ടിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് ഇവിടെ തന്നെ നോക്കിയാൽ മനസ്സിലാവും നമ്മളല്ലാതെ മറ്റൊരാളും ഇവിടെ ഇല്ല എന്നുള്ളതാണ്. ഇവിടുന്ന് ഈ 360 ഡിഗ്രി വ്യൂവും കണ്ടിരിക്കാൻ തന്നെ ഭയങ്കര രസാട്ടാ. ഇനി വയനാട് ഒരു ട്രെൻഡിങ് ആകാൻ പോകുന്ന ഒരു സ്ഥലം തന്നെയായിരിക്കും. ഇവിടെ നിന്നുള്ള ഓരോ ഫ്രെയിമും അതിമനോഹരമാണ് കേട്ടോ. ഏകദേശം ഒരു 1-2 മണിക്കൂർ അവിടെ സ്വസ്ഥമായി ഇരുന്ന് നന്നായി ആസ്വദിച്ചിട്ടാണ് നമ്മൾ അവിടെ നിന്ന് തിരിച്ചത് കേട്ടോ. തിരിച്ചിറങ്ങുമ്പോഴും ഏകദേശം ഈ 2 മലകൾ കയറി ഇറങ്ങി വേണം നമ്മളെ ജീപ്പിന്റെ അടുത്തേക്ക് എത്താം. നമ്മളിപ്പോ കാണുന്ന കോട മൂടി കിടക്കുന്ന സ്ഥലമില്ലേ, അവിടെയാണ് നമ്മൾ റിസോർട്ടും പരിസരമൊക്കെ വരുന്നത്. പടിഞ്ഞാറത്തറയിലെ കുറ്റാംവയലിൽ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടുണ്ടാവും ഈ ഒരു സ്ഥലത്തേക്ക് എത്താൻ. ഞാൻ താമസിച്ച റിസോർട്ടിന്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇനി അവിടെ നിന്ന് ജീപ്പ് സഫാരി ഇവിടത്തേക്ക് വേണമെങ്കിൽ അവർ അതും സെറ്റ് ചെയ്തിരുന്നായിരിക്കും. നമ്മൾ വരുന്ന സമയത്ത് ഇരുടായോണ്ട് ഈ വഴികളൊന്നും കാണാൻ പറ്റിയിട്ടില്ല. തിരിച്ചിറങ്ങുമ്പോഴാണ് ഇതൊക്കെ കാണുന്നത്. എന്ത് മനോഹരമല്ലേ. ഇത്ര സമയമായിട്ടും ആ മഞ്ഞ് മൂടി കിടക്കുന്നതൊക്കെ അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ. ഒരു മാറ്റവും ഇല്ല. ഇപ്പൊ ഏകദേശം ഒരു 8-8:30 മണിയായിട്ടുണ്ടാവും കേട്ടോ. ആ കോടയിലും കണ്ട ഈ ഒരു കോടയും തണുപ്പും തന്നെയാണ് സഞ്ചാരികൾക്ക് വയനാടിനെ ഇത്രമേൽ പ്രിയപ്പെട്ടതാക്കുന്നത്. നിങ്ങളൊരു സഞ്ചാരിയാണെങ്കിൽ ട്രെക്കിംഗ് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട സ്ഥലമാണിത്. അവസാനം നമ്മൾ വണ്ടി വെച്ച സ്ഥലമില്ലേ, അവിടുത്തെ ഹോട്ടലിൽ നിന്ന് നാസ്തിയൊക്കെ കഴിച്ചിട്ടാണ് റിസോർട്ടിലേക്ക് പോയത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ ഫ്രം ടേസ്റ്റ് ആൻഡ് ട്രാവൽ.